ജീവിതവും കണക്കും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അതായത് കണക്ക് പഠിക്കാൻ കൂടുതൽ പേർക്കും പ്രയാസമാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പല കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകുന്നത്. കണക്കിനെ നമ്മൾ അത്ര പ്രയാസമുള്ള വിഷയമായിട്ടൊക്കെയാണ് കൂടുതൽ പേരും കണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും അവർ പഠിച്ച രീതിയുടെയും പ്രശ്നം കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കണക്കിൽ നമ്മൾ സംഖ്യകൾ എല്ലാം പഠിച്ച ശേഷം നമ്മൾ തീർച്ചയായിട്ടും പട്ടിക പഠിക്കും, അല്ലേ? അപ്പം സങ്കലന പട്ടിക, വ്യവകലന പട്ടിക തുടങ്ങിയിട്ടുള്ള പട്ടികകൾ നമ്മൾ പഠിക്കും. ഇത് കറക്റ്റായി മനഃപ്പാഠമാക്കിയിട്ടുള്ളവർക്ക് തുടർന്നങ്ങോട്ട് കണക്കിൻ്റെ മറ്റ് കാര്യങ്ങൾ പഠിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കണക്ക് നമുക്ക് അവർ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന തുക കറക്റ്റാണോ എന്നൊക്കെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതിന് തിരിച്ച് കിട്ടുന്ന ബാലൻസ് അത് കറക്റ്റാണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കണക്കൊക്കെ അറിഞ്ഞിരിക്കണം. അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പൊതുവെ. എങ്കിലും കണക്കെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ വഴി എഴുതിയിട്ടാണ്, അതായത് സ്റ്റെപ്പായിട്ടാണ് കണക്ക് ചെയ്യാറുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഓരോ സ്റ്റെപ്പുകളും ഉണ്ട്, അല്ലേ? കണക്കിൽ സ്റ്റെപ്പുകൾ ചെയ്ത് വന്നിട്ട് ഉത്തരം കണ്ടെത്തുന്നു, അല്ലേ? ചില കണക്കുകൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒന്നിലധികം മാർഗങ്ങളുണ്ട്. ജീവിതവും അതുപോലെ തന്നെയാണ്, അല്ലേ? പിന്നെ ചിലരുണ്ടല്ലോ, മനസ്സിലാണ് കണക്ക് കൂട്ടുന്നത്. അവരുടെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം കണ്ടെത്തും. ചില കണക്കുകളാണെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് കാൽക്കുലേറ്റൊക്കെ ചെയ്ത് പെട്ടെന്ന് അവർ ഉത്തരം കണ്ടെത്തി പറയും. ചില നുറുക്ക് വിദ്യകളൊക്കെ അതിൽ അവർക്ക് അറിയാൻ പറ്റും. ചില കുട്ടികൾ അങ്ങനെയാണ്, മാത്സിനോട് പ്രത്യേക ഇഷ്ടമാണ്. അത് അവർ കുഞ്ഞിലേ തൊട്ട് ആ ഒരു വിഷയത്തെ സമീപിച്ച രീതി, അവർക്കതിനോടുള്ള താല്പര്യം, അതാണ് അവർക്ക് ആ വിഷയത്തോട് കൂടുതൽ താല്പര്യവും അതിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാകുന്നത്. കണക്ക് പേടിക്കണം, കണക്ക് സാറിനെ പേടിക്കണം, ഇങ്ങനെ പേടിച്ച് ആ വിഷയത്തെ വെറുക്കാൻ തുടങ്ങും, ഇഷ്ടമില്ലാത്ത വിഷയമായി മാറ്റും. അങ്ങനെ ചിന്തിക്കുമ്പം പിന്നീട് ഒരിക്കലും പഠിക്കാനുള്ള താല്പര്യം തോന്നില്ല. നമ്മൾ 10 വരെയൊക്കെയാണ് പ്രധാനമായിട്ടും കണക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പിന്നീട് കണക്കിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും കണക്ക് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം, ആശയവിനിമയങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കണക്കാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്. ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നുള്ളതല്ല. നമ്മളുടെ സാധാരണ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് കണക്ക് തന്നെയാണ്. ഇത് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാൽ ജീവിതത്തിലെ ഓരോ പടികളും വളരെ ശ്രദ്ധയോടുകൂടി, അല്ലേ, കണക്കുകൾ തെറ്റാതെ നമ്മൾ മാർജിനിലൊക്കെ ചെയ്ത് നോക്കി ഉത്തരം എഴുതി പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പടികളും വളരെ ശ്രദ്ധിച്ച്, അല്ലേ, വഴി തെറ്റിപ്പോവാതെ മുന്നോട്ട് പോയി യഥാർത്ഥ വിജയത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുണ്ടാകുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. കുറയ്ക്കേണ്ടപ്പോൾ കുറയ്ക്കണം, കൂട്ടേണ്ടപ്പോൾ കൂട്ടണം, ഗുണിക്കേണ്ടപ്പോൾ ഗുണിക്കണം, ഹരിക്കേണ്ടപ്പോൾ ഹരിക്കണം, അല്ലേ? എല്ലാത്തിനും ചേർന്ന് ഒരു ഉത്തരവും കണ്ടെത്തണം. അതുപോലെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും എല്ലാം
നല്ല രീതിയിൽ ആലോചിച്ച് പല കാര്യങ്ങൾക്കും തീരുമാനങ്ങളെടുത്ത് ജീവിതമാകുന്ന വിജയം നേടുവാൻ കഴിയണം. ശരിയല്ലേ?